ട്രാൻസ്ഫർ വിൻഡോ ഭയങ്കര ആവേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ഏതാണ്ട് ഒരു മാസത്തോളം സമയമുള്ളൂ. ഈ ഒരു മാസം കൊണ്ട് തന്നെ ടീമുകൾ ഇങ്ങനെ അവസാന ലാപ്പിൽ നമ്മൾ ഈ 4x4 റിലേ ഓടും പോലെയാണ്. അത് ഓടുന്നു, ഒരു പ്ലെയറിനെ എടുക്കാൻ നോക്കുന്നു, അത് കിട്ടോ കിട്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ അടുത്ത ലാപ്പിലേക്ക് കടക്കുന്നു. അങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇനി നോക്കിയിരിക്കാൻ സമയമില്ല, സിറ്റ് ബാക്ക് ചെയ്യാൻ സമയമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുകയാണ് ലിവർപൂൾ. കാരണം അവർക്ക് ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഒരു പരിശീലകൻ പോയി പുതിയ പരിശീലകൻ വന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം സിസ്റ്റം മൊത്തത്തിൽ പൊളിക്കണമെങ്കിൽ ഏതറ്റത്തുനിന്ന് പൊളിച്ചു തുടങ്ങണം, എവിടുന്ന് പണി തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട്, മുൻ പരിശീലകനായ സ്ലോട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഹെക്റ്റിക് ഭാരമുണ്ട്. ഒരുപാട് 100 മില്യൺ, 2 റെക്കോർഡ് ട്രാൻസ്ഫറുകൾ, അതിൻ്റെ പുറമെ കൊണ്ടുവന്ന ഒരുപാട് പ്ലെയേഴ്സ്, ഇവരെവിടെ പരീക്ഷിക്കുന്നുള്ളതുണ്ട്. 3, ഇനിയും കഴിഞ്ഞ വർഷം പോലും പരിഹരിക്കപ്പെടാത്ത ഒരുപാട് സ്ലോട്ടുകളുണ്ട്. സെൻറ്റർ ബാക്ക്, വിങ് ബാക്ക്, മിഡ്ഫീൽഡിലൊരു ഹോൾഡർ, അങ്ങനെ ഒരുപാട് പല പൊസിഷനിലും നോക്കിയിരുന്നുണ്ട്. ഇതിലൊക്കെ അപ്പുറത്തേക്ക് സലാഹ് പോയൊരു വിടവുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ പക്ഷേ ട്രാൻസ്ഫർ വിൻഡോക്ക് മുമ്പേ തുടങ്ങേണ്ടിയിരുന്ന പ്ലാനിങ്ങുകൾ ഇപ്പോഴും എവിടെയും എത്താത്ത രീതിയിൽ ഭയങ്കര സിറ്റ് ബാക്ക് ചെയ്യുന്ന രീതിയാണ് ലിവർപൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ശരിക്ക് ലിവർപൂൾ ഉദ്ദേശിക്കുന്നത്? ഈ അവസാന മൊമെൻറ്റിൽ വന്നിട്ട് ഒരു മാജിക് കാണിക്കാനാണോ? നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊരിക്കലും ഇസാക്ക്, വിറ്റ്സ്, എക്കിറ്റിക്കെ 3 ഒരേ ട്രാൻസ്ഫർ വിൻഡോയിൽ ലിവർപൂൾ കൊണ്ടുവരുമെന്ന് പോലും ചിന്തിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് അവസാന മൊമെൻറ്റിൽ വന്ന് അവർ മാജിക് കാണിച്ച് പോയതാണ്. അല്ലെങ്കിൽ ഒരു മാജിക് എന്ന് പറയുമ്പോൾ ഒരു സർപ്രൈസ് നീക്കം നടത്തി പോയതാണ്. അത്തരത്തിലൊരു നീക്കമാണ് ലിവർപൂൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ലിവർപൂളിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ ഫെയിൽ ആവുന്നതിൻ്റെ ഒരു തെളിവാണ് ഈ കാണിക്കുന്നത്? ഒരു പ്രൊജക്റ്റിൻ്റെ ഫെയിൽ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം പുതിയ കോച്ചാണ്, അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തുന്ന ടീമിൽ. പിന്നെ ഫസി പറഞ്ഞ പോലെയാണ് കഴിഞ്ഞ സീസണിൽ ആ ഒരു ജംബോ ട്രാൻസ്ഫേഴ്സ് ഉണ്ടായിരുന്നു, 3 പെട്ടെന്ന് വന്ന, അത് ബിഗ് മണീസ് ആയിരുന്നു. അപ്പോൾ തുടർച്ചയായ 2ാം ട്രാൻസ്ഫർ വിൻഡോയിലും അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ക്ലബ്ബല്ല ലിവർപൂൾ. അവരുടെ സ്ട്രക്ചർ അങ്ങനെയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇപ്പോൾ റയൽ മാഡ്രിഡോ അല്ലെങ്കിൽ ബാഴ്സലോണയോ അല്ലെങ്കിൽ മറ്റ് ക്ലബ്ബുകൾ സ്പെൻഡ് ചെയ്യുന്ന പോലെ തുടർച്ചയായ ചെൽസിയൊക്കെ സ്പെൻഡ് ചെയ്യുന്നില്ല, തുടർച്ചയായ 2 ട്രാൻസ്ഫർ വിൻഡോയിലും 100 മില്യൺ സൈനിങ്സ് അങ്ങനെ നടത്താൻ പറ്റിയൊരു ക്ലബ്ബല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല, പക്ഷേ അങ്ങനെ നടത്തുന്ന ഒരു ക്ലബ്ബല്ല ലിവർപൂൾ. സോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സിറ്റ് ബാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സിറ്റ് ബാക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ് ലിവർപൂളിൻ്റേത്. അതായത് ഇപ്പോൾ സലയുടെ റീപ്ലേസ്മെൻറ്റ് അതിൽ നിന്ന് തുടങ്ങാം. കാരണം സല എന്നുള്ള പ്ലെയറിനെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതേ ക്വാളിറ്റിയുള്ള വേറെ പ്ലെയറിനെ കൊണ്ടുവരാമെന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ മെയിൻ ടാർഗറ്റ് ഉണ്ടായിരുന്നത് യാൻ ഡിയാമാണ്ടയാണ്. പക്ഷേ ഡിയാമാണ്ടയ്ക്ക് ഓഫർ വെച്ചു, അത് ലൈപ്സിഗ് റിജക്റ്റ് ചെയ്യുന്നു. പക്ഷേ പേഴ്സണൽ ടൈംസ് PSG അഗ്രി ചെയ്യുന്നു, അത് ഒരു വിട്ട കേസാണ്. പിന്നെ ഉള്ളത് ബ്രാഡ്ലി ബാർക്കോള എന്ന് പറഞ്ഞൊരു ടാർഗറ്റാണ്. അത് അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ആഴ്സണലിൻ്റെയും ടാർഗറ്റാണ്, അതുപോലെ മറ്റ് ക്ലബ്ബുകളുടെയും വിങ്ങേഴ്സിന് വേണ്ട ക്ലബ്ബുകളുടെയും ടാർഗറ്റാണ്. പിന്നെ മാത്രമല്ല PSG ഇപ്പോൾ ഡിയോമോണ്ടെ പോയ സ്ഥിതിക്ക് ബാർക്കോളയിൽ ആ ഒരു ഗ്രിപ്പ് കൂട്ടാനും സാധ്യതയുണ്ട്. പിന്നെ ഇന്നലെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് 170 മില്യൺ യൂറോസ് ഏകദേശം ചോദിക്കുന്നത്, അതായത് 140 മില്യണോ പൗണ്ട്സ് വരും. അതിൻ്റെ ഒരു വലിയ റെക്കോർഡാണ്. ആ റെക്കോർഡ് വീണ്ടും ബീറ്റ് ചെയ്യാൻ ലിവർപൂൾ മുതിരുമോ എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പിന്നെ നമുക്കറിയാം ഇറയോള ഈ ഒരു ട്രാൻസ്ഫറിൽ ഞാൻ വായിച്ചൊരു സംഭവമാണ്. ഇറയോളയ്ക്ക് ഇതുവരെ അവർ നടത്തിയ ട്രാൻസ്ഫറിൽ അദ്ദേഹത്തിന് വേണ്ട പ്ലെയറിനെ കിട്ടിയെന്നാണ്. അതായത് വിക്ടർ മുന്യോസാണ് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിന് പറ്റിയ പ്ലെയറാണ്. ആക്ച്വലി വലിയൊരു ഹൈപ്പ് പ്ലെയർ അല്ല, ഇതൊരു ഹൈപ്പ് ട്രാൻസ്ഫർ ഒന്നുമല്ല. പക്ഷേ വിക്ടർ മുന്യോസ് ഇറയോള കളിക്കുന്ന സ്റ്റൈലിന് പറ്റിയ പ്ലെയറാണ്. അതായത് ഡ്രിബിൾ ചെയ്യാൻ പറ്റും, അതേപോലെ ഷോട്ട് എടുക്കാൻ പറ്റും, 1-on-1 കയറി പോകാൻ പറ്റിയ പ്ലെയറാണ്. സോ വിക്ടർ മുന്യോസ് എങ്ങനെ ഒരു ടീമിലേക്ക് വരും എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതവിടെ മാറ്റി വയ്ക്കാം. വീണ്ടും ബാർക്കോളയ്ക്ക് വരാം. ബാർക്കോള ഒരു ബിഗ് മണി ട്രാൻസ്ഫറാണ്. അപ്പോൾ അത് ഇറയോള നടത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. പിന്നെ ഒരു ചാൻസ് ഉള്ളത് മാഗ്നസ് അക്ലിയോഷാണ്. അക്ലിയോഷും ഈ പറഞ്ഞ പോലെ PSG ലിസ്റ്റിലുള്ളതാണ്. ഡിയോമോണ്ടെ ആൻഡ് അക്ലിയോഷ് 2 പേരും കൂടിയാണ് PSG നോക്കിയിരുന്നത്. ഡിയോമോണ്ടെ പോയ സ്ഥിതിക്ക് അക്ലിയോഷിന് എന്തായാലും എടുക്കാൻ ചാൻസ് ഉണ്ട്. അക്ലിയോഷിന് ഈ പറഞ്ഞ പോലെ 40 മില്യൺ to 50 മില്യൺ ആണ്. അത് ശരിക്കൊരു എന്താ പറയുക, നമുക്ക് പണ്ട് കാലത്ത് കണ്ട, അതായത് കുറച്ച് മുന്നേ ക്ലോപ്പിൻ്റെ കാലത്ത് കണ്ട ഒരു ലിവർപൂൾ സൈനിങ്ങിൻ്റെ ഒരു മണിയാണ്, അത് പ്രൈസ് മണിയാണ്. സോ അതിലേക്ക് എൻ്റെ അഭിപ്രായത്തിൽ ലിവർപൂൾ ആരാധകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ആരാധകർക്ക് ഈ ആ ഒരു സൈനിങ്ങിലേക്കാകും കൂടുതൽ ആഗ്രഹം. കാരണം അങ്ങനെയുള്ള സൈനിങ്സാണ് ലിവർപൂളിൽ ഹിറ്റായി കണ്ടിട്ടുള്ളത്. ബിഗ് മണി സൈനിങ്സ് ഒരു ഇൻസ്റ്റൻറ്റ് ഹിറ്റായിട്ട് ഇതുവരെ ലിവർപൂൾ ഉണ്ടായിട്ടില്ല. പിന്നെ സത്യമാണ്, അതായത് ചില സ്ലോട്ടുകളുണ്ട്, ഡിഫൻസിലെ സ്ലോട്ടുകൾ. നമ്മൾ അറ്റാക്കിലെ സൈനിങ്സിനെ കുറിച്ച് പറയാറുണ്ട്, ബാർക്കോള നോക്കുന്നുണ്ട്, അതേപോലെ ഡിയോമോണ്ടെ നോക്കുന്നുണ്ട്. പക്ഷേ സെൻറ്റർ ബാക്ക് കഴിഞ്ഞ സീസണിലും ലിവർപൂളിനെ ചതിച്ചൊരു പൊസിഷനാണ്.
ഈ സീസണിലും ചതിക്കാൻ സാധ്യതയുള്ള പൊസിഷനാണ് സെൻറ്റർ ബാക്ക് എന്നുള്ളത്. ഗ്വേഹി കിട്ടിയില്ല, കൊണാട്ടെ പോവുകയും ചെയ്തു. ഇനി ആ പൊസിഷനിലേക്ക് ഒരു ഫ്രഞ്ച് യുവതാരം വന്നിട്ടുണ്ട്, ജെറമി ജാക്കോ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞൊരു ഹാഫ് സീസൺ കളിക്കാതെയാണ് വരുന്നത്. പ്രീമിയർ ലീഗിൽ 0 എക്സ്പീരിയൻസ്. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ജിയോവനി ലിയോണി, അദ്ദേഹം ACL കഴിഞ്ഞ് വരുന്നു, 0 പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ്. പിന്നെ ഉള്ളത് വാൻഡൈക്കും ജോമേഴ്സണും. വാൻഡൈക്ക് കൺഫേം സ്റ്റാർട്ടർ ആയിരിക്കും. പക്ഷേ ഈ ഒരു എത്ര മാച്ചിൽ അടുപ്പിച്ച് വാൻഡൈക്കിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ആ അടുപ്പിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എത്ര മാച്ചസിൽ അടുപ്പിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യും വാൻഡൈക്കിന്? കാരണം ഓരോ സീസൺ കൂടുമ്പോൾ ഏജ് കൂടി വരാണല്ലോ, അപ്പോൾ അതിന് ഡിറ്റീറിയേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് ബദലൊരു ഓപ്ഷൻ വേണം. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ ജോമേഴ്സിന് വീണ്ടും ഇഞ്ചുറി പ്രോണാണ്. അപ്പോൾ അവിടെ ഒരു അതായത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കൊണാട്ടി ഉള്ളപ്പോൾ തന്നെ ഒരു സൈനിങ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കൊണാട്ടയും കൂടി പോയി, അപ്പോൾ ഇനിയൊരു സൈനിങ് വേണം. അപ്പോൾ ഞാൻ ഇന്നലെ ജെയിംസ് പിയേഴ്സിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അത്ലറ്റിക്കിൽ, അതിൽ പറയുന്നത് ഒരു റൈറ്റ് ബാക്കും സെൻറ്റർ ബാക്കും കളിക്കാൻ പറ്റിയ ഒരു പ്രൊഫൈലുള്ള പ്ലെയറിനെ ആയിരിക്കും ഇറയോള നോക്കുക. കാരണം ഇറയോളയുടെ സ്റ്റൈൽ നമുക്കറിയാം, ആ വിങ് ബാക്സ് പുഷ് ചെയ്ത് കളിക്കുന്ന ഒരു സ്റ്റൈലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ വിങ് ബാക്ക് പൊസിഷൻ ഭയങ്കര ഇതായിരിക്കും, ബ്ലാങ്ക് ആയിരിക്കും. അതിലേക്കാണ് എതിർ ടീമുകൾ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ആ പൊസിഷനിൽ കവർ ചെയ്യാൻ പറ്റിയൊരു സെൻറ്റർ ബാക്കിനെ ആയിരിക്കും ഇറയോള ടാർഗറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതിലായിട്ട് കണ്ടത് സബാർണിയാണ്, ഒന്ന് PSG കളിക്കുന്ന മുൻ ബോൺമത്ത് താരം, അപ്പോൾ ഇറയോളയ്ക്ക് അണ്ടർ കളിച്ചിട്ടുള്ള പ്ലെയർ. പിന്നെ മിക്കി വാൻഡവനാണ്. നമുക്ക് മിക്കി വാൻഡവൻ്റെ പേസ് അറിയാം. അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ നെതർലാൻഡ്സിൽ ഫുൾ ബാക്ക് പൊസിഷനിൽ കളിച്ച് പരിചയമുള്ളതാണ്. അതുകൊണ്ട് മിക്കി വാൻഡവൻ അല്ലെങ്കിൽ സബാർണിയാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു ഓപ്ഷനായിട്ട്. പിന്നെ ഉള്ളത് ബോൺമത്തിൻ്റെ ഒരു സെൻറ്റർ ബാക്ക് ഉണ്ട്, ഒരു യങ് സെൻറ്റർ ബാക്ക്. കഴിഞ്ഞ സീസണിൽ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്നതാണ്. പക്ഷേ അത് ഇറയോളയുടെ ടീമിൽ ഒരു കൺഫേം സ്റ്റാർട്ടർ ആയ പ്ലെയർ, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. പക്ഷേ ആ പ്ലെയറും ഒരു സാധ്യതയുണ്ട്. ബട്ട് സബാർണി ആയിരിക്കും എനിക്ക് തോന്നുന്നു ഒരു പെർഫെക്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട്, പ്ലസ് PSG അദ്ദേഹത്തിന് ഒരു സ്റ്റാർട്ടിങ് പൊസിഷൻ ഇല്ലാത്തതുകൊണ്ട് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇറയോളയുടെ ഒരു പ്ലെയറും കൂടിയാണ്. സബാർണി വന്നാൽ ചിലപ്പോൾ നല്ലതായിരിക്കും. നമ്മൾ ഈ സലാഹിൻ്റെ വിടവ് എന്ന് പറഞ്ഞു, സലാഹിൻ്റെ പകരം ആവാൻ ആരെ കൊണ്ടും പറ്റുമെന്ന് തോന്നില്ല. അതിനൊരു ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഒരു പുതിയ താരം വന്ന് അയാളവിടെ വളർന്ന് വലുതായി കുറേ കാലം ഡെലിവറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ സലാഹിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയേക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ ആൻഡി റോബർട്ട്സൺ എന്നുള്ള പ്ലെയർ ടീം വിട്ടെന്ന് നമ്മൾ പലപ്പോഴും അയാൾ മറ്റൊരു ലീഗിലേക്കൊക്കെ പോകുന്ന പ്രതീക്ഷയെടുത്തുനിന്ന് പ്രീമിയർ ലീഗിൽ തന്നെ കളിക്കാനുള്ളൊരു പ്രയോറിറ്റി അയാൾ തിരഞ്ഞെടുത്തു, ടോട്ടനം എടുത്തു. അപ്പോൾ ഒരുപക്ഷെ ലിവർപൂൾ പ്രൊജക്റ്റിൽ തൻ്റെ സ്ഥാനം ഇല്ല എന്ന് തോന്നിയത് കൊണ്ടുള്ള ഒരു എക്സിറ്റ് ആണോ അത്? ആയിരിക്കും. അതായത് ഒന്നാമത് ഏജ് ആയിട്ടുണ്ട്. ലിവർപൂൾ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. ക്ലോപ്പ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കാൻ. സ്ലോട്ടിനെ കൊണ്ട് അത് സാധിച്ചില്ല. എന്തായാലും പുതിയ കോച്ച് വരും എന്ന് അദ്ദേഹത്തിന് അറിയാം. ആൻഡ് ആ ഒരു പ്രൊജക്റ്റിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ ചെറിയൊരു ഇത് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാവും മാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നെ ഒരു ഇറയോള ടൈപ്പ് ഫുൾ ബാക്ക് അല്ല റോബർട്ട്സൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഓൾറെഡി കെർക്കസ് ഉണ്ട്, ഇറയോളയ്ക്ക് അണ്ടറിൽ കളിച്ച് സെറ്റായിട്ടുള്ളൊരു പ്ലെയർ ഉണ്ട്. കെർക്കസ് ഓൾറെഡി ഉണ്ട്. ഒരു സ്റ്റാർട്ടിങ് പൊസിഷനിൽ കെർക്കസ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് സിമിക്കാസ് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ബാക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ ലെഫ്റ്റ് ബാക്ക് ഏകദേശം ഫിൽഡാണ്. ആകെ ഒരു കൺസേൺ എനിക്ക് തോന്നുന്നത് റൈറ്റ് ബാക്കിലാണ്. റൈറ്റ് ബാക്കിൽ ഫ്രിംപോങ് മാത്രമാണ്. കാരണം കണോർ ബ്രാഡ്ലി ഇഞ്ചുറി ഇഞ്ചോർഡാണ്. അപ്പോൾ എത്ര കാലം അങ്ങനെ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആണ് പെർഫോമൻസ്. ഒരു കളി വരുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യും, പക്ഷേ ആ കളി തന്നെ ഇഞ്ചോർഡായി പോകുന്നത് കണ്ടിട്ടുണ്ട്. ഫ്രിംപോങ് ആണെങ്കിൽ ശരിക്കും ഒരു ഇറയോള ടൈപ്പ് പ്ലെയർ തന്നെയാണ്, പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് ഇതുവരെ അഡാപ്റ്റ് ആയിട്ടില്ല. അതേപോലെ കഴിഞ്ഞ മത്സരത്തിൽ സണ്ടർലാൻഡ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രീ സീസണാണ്, നമുക്കധികം ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. ആ മാച്ചിൽ സണ്ടർലാൻഡിൻ്റെ ഒരു ഗോൾ വന്നത് ഫ്രിംപോങ്ങിൻ്റെ പിഴവുമില്ല. എന്തായാലും ഫുൾ ബാക്കുകൾക്ക് ശരിക്കും ഭയങ്കര ഹെക്റ്റിക് വർക്ക് ലോഡുള്ളൊരു സിസ്റ്റമാണ് ഇറയോളായിട്ട് കളിക്കാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിംപോങ് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി വരുന്നൊരു പ്ലെയറാണ്. അപ്പോൾ അതിനൊരു ബദലൊരു റൈറ്റ് ബാക്ക് പൊസിഷനിലൊരു പ്ലെയർ വേണമെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ടാർഗറ്റ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മിഡ്ഫീൽഡിനെ കൂടി സംസാരിക്കണം. കാരണം മിഡ്ഫീൽഡ് ആയിരുന്നു ലിവർപൂളിനെ കുറേ കാലങ്ങളായിട്ട് മുന്നോട്ടേക്ക് നയിച്ചത്. അപ്പോൾ ജോർദാൻ ഹാൻഡേഴ്സൺ ഉള്ള കാലം മുതൽക്ക് ഇങ്ങോട്ടേക്ക് നമ്മൾ പരീക്ഷിക്കാം. അതിന് മുമ്പ് ഓക്സ്ലൈഡ് ചാമ്പർലൈനൊക്കെ ഉള്ള കാലത്താണെങ്കിലും എന്നും മിഡ്ഫീൽഡായിരുന്നു ഒരു ലിവർപൂളിൻ്റെ ഒരു എഞ്ചിൻ. അല്ലെങ്കിൽ ഇപ്പോൾ ജെറാർഡ് എല്ലാ കാലത്തും മിഡ്ഫീൽഡിൽ നിന്നുള്ളൊരു ബോൾ സപ്ലൈയും മിഡ്ഫീൽഡിൻ്റെ ഡിഫൻസിലേക്കുള്ള കോൺട്രിബ്യൂഷനൊക്കെ ആയിരുന്നു ലിവർപൂൾ നയിച്ചിരുന്നത്. നമ്മൾ ഇപ്പോഴത്തെ മിഡ്ഫീൽഡിലേക്ക് നോക്കാം, അങ്ങനെ ഒരു
എല്ലാം കൊണ്ടും ലിവർപൂളിന് മുതലാവുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് സോബോസ്ലൈ ആണ്. സോബോസ്ലൈ കരാർ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത് ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ആശ്വാസമുള്ള വാർത്തയാണ്. കാരണം സൈനിങ് പോലെയാണ്. അതായത് സലാഹ് കൂടി പോകുന്ന ഗ്യാപ്പിൽ ഈ സോബോസ്ലൈയെ പോലത്തെ ഒരു പ്ലെയറിനെ കൂടെ അവർ മിസ് ചെയ്തിരുന്നെങ്കിൽ ടീം നമ്മൾ പറയില്ല ഒരു ലെവൽ സെറ്റ് ചെയ്ത് കൊടുത്തുനിന്ന് മൊത്തത്തിലൊരു ഡൗൺഫാളിലേക്ക് പോയേനെ. പക്ഷേ സോബോസ്ലൈ എന്നുള്ള പ്ലെയർ അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നത്. അയാൾക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ടീമുകൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈലായിരുന്നു അത്. അപ്പം സോബോസ്ലൈ അവിടെ ഫിക്സ് ആവുന്നു. ഇനിയുള്ളതൊന്ന് മെക്കാലിസ്റ്ററാണ്. മെക്കാലിസ്റ്റർ അത്ര നല്ലൊരു വേൾഡ് കപ്പ് സീസൺ അല്ലെങ്കിലും നന്നായി കൺസിസ്റ്റൻസി പെർഫോം ചെയ്ത്, അതായത് നമ്മൾ പറയുന്ന ഗോൾ ആൻഡ് അസിസ്റ്റ് ഡെലിവറി ഒന്നും ഇല്ലെങ്കിലും ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ടാണ് മെക്കാലിസ്റ്റർ വരുന്നത്. ആൻഡ് എന്താണ് ആ മിഡ്ഫീൽഡിൽ പ്രതീക്ഷ? എന്തായിരിക്കും അവരിൽ നിന്ന് ഈ ഒരു സീസൺ എക്സ്പെക്ട് ചെയ്യേണ്ടത്? അതായത് ആ 3 പേരുണ്ടല്ലോ, ഗ്രാവൻബെർഗ്, മെക്കാലിസ്റ്റർ ആൻഡ് സോബോസ്ലൈ, ഈ 3 താരങ്ങളിലായിരിക്കും മിഡ്ഫീൽഡിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചാൻസ് ലിവർപൂൾ. പക്ഷേ ഞാൻ ഇന്നലെ ഒരു ഇത് വായിച്ച് കണ്ടത് ഒരു ഹോൾഡിംഗ് ടൈപ്പ് പ്ലെയർ, ഒരു കോമ്പാക്റ്റ് ചെയ്യാൻ പറ്റിയൊരു മിഡ്ഫീൽഡർ, അതായത് എല്ലാ ചെറുത്ത് നിൽക്കാൻ പറ്റിയ ഭയങ്കര ഫിസിക്കലായിട്ട് നിൽക്കാൻ പറ്റിയൊരു മിഡ്ഫീൽഡറിനെ ലിവർപൂൾ നോക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനി സമയമില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യമായിട്ട് പറഞ്ഞത്. ഇറയോള പറഞ്ഞു ഇനിയും സൈനിങ്സ് വരും, ഇനിയും സൈനിങ്സ് ഉണ്ടാകും, വിങ്ങർ വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇനി എത്ര സമയമുണ്ട്, എത്ര ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ആഡം വാട്ടനാണ് ഒരു ഓപ്ഷനായിട്ട് കണ്ടത്. പക്ഷേ ആഡം വാട്ടൻ ഈ പറഞ്ഞ പോലെ കിടക്കുന്നത് ഈ എലിയട്ട് ആൻഡേഴ്സിൻ്റെയും ആ ഒരു റേഞ്ചിലേക്കാണ് കിടക്കുന്നത്. എലിയട്ട് ആൻഡേഴ്സൺ അത്രയ്ക്ക് വരില്ലെങ്കിലും എത്ര മണി വരും, ഒരു 80 to 90 മില്യണൊക്കെ ക്രിസ്റ്റൽ പാലസ് ഡിമാൻഡ് ചെയ്യാൻ പറ്റിയ പ്ലെയറാണ്. അപ്പോൾ വീണ്ടും ഒരു ബിഗ് മണിയാണ് അവിടെ പോകുന്നത്. സോ വിങ്ങറിലേക്ക് എന്തായാലും ഒരു ബിഗ് മണി സൈനിങ് പ്രതീക്ഷിക്കുന്നില്ല ലിവർപൂൾ. മിഡ്ഫീൽഡിലേക്ക് വീണ്ടും ബിഗ് മണി പോവോ, അതോ ഈ അലക്സ് സ്കോട്ട് പോലത്തെ ബോൺമത്തിലെ പ്ലെയറിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കോമ്പാക്റ്റിംഗ് മിഡ്ഫീൽഡ് പ്ലെയർ, അതായത് ഈ 3 പേര് പോയാൽ മറ്റൊരാൾ റീപ്ലേസ് ചെയ്യുന്നു. കുട്ടി സ്റ്റോൺസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഒരു പ്ലെയറും കൂടി വേണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലിവർപൂളെ പറ്റി പറയുമ്പോൾ പ്രീമിയർ ലീഗിലെ ബാക്കി ടീമുകളെ പറ്റി പറഞ്ഞു. നമ്മൾ ടോട്ടനാമിൻ്റെ സൈനിങ്സ് നമ്മൾ കണ്ടു, അത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. ചെൽസി മോർഗൻ റോജേഴ്സിനെ നമ്മൾ പറഞ്ഞ ആർസനലിനെ ടാർഗറ്റ് നിന്ന് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ആർസനലിന് വേണ്ടിയിരുന്നത് ട്രൊസാർഡിനൊരു പകരക്കാരനായിരുന്നു. അവർ തിരിയുന്നത് വിനീഷ്യസ് അടക്കമുള്ള പേരുകളാണെന്നാണ് വാർത്തകൾ വരുന്നത്. എന്നിരുന്നാൽ കൂടി നമ്മളൊരു ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ വിനീഷ്യസിൻ്റെ ഡീൽ നടന്നില്ലെന്ന് കരുതാം. ആരായിരിക്കും അവർക്കൊരു ട്രൊസാർഡിനൊത്തൊരു പകരക്കാരൻ അവർ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലെഫ്റ്റ് വിങ്ങർ ആരായിരിക്കും? അല്ല, ഈ നമ്മൾ ലിസ്റ്റിൽ കാണുന്നത് ബാർക്കോളയാണ്. ആ ഒരു ലെഫ്റ്റ് വിങ്ങർ പൊസിഷനിലേക്ക് വരാൻ സാധ്യതയുള്ളത് ബാർക്കോളയാണ്. പക്ഷെ ബാർക്കോള സിറ്റുവേഷൻ ഭയങ്കര രസമാണ്. അതായത് ലിവർപൂൾ ടാർഗറ്റ് ചെയ്യുന്നു, ആഴ്സണൽ ടാർഗറ്റ് ചെയ്യുന്നു. എന്നാൽ PSG ആണെങ്കിൽ ബാർക്കോളെ വിടാൻ ഒരുക്കമാണ്. കാരണം ബാർക്കോള പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷെ വലിയൊരു എമൗണ്ട് ഡിമാൻഡ് ചെയ്യുന്നു. പകരം ഡിയോമോണ്ടെ വരുമ്പോഴാണ് PSG പ്രതീക്ഷിച്ചത്. പക്ഷേ ഡിയോമോണ്ടെ വന്നില്ല. അപ്പം ഇനി എന്താണ് PSG റിയാക്ഷൻ? അതായത് ഇനി ആ ഡിയോമോണ്ടയ്ക്കുള്ള ഇനി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞത്. അതായത് ഹൈജാക്ക് ചെയ്യാനൊന്നും റെഡിയല്ല. ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു എന്നാണ് പറയുന്നത് PSG. സോ ഇനി ആ ഒരു ബാർക്കോള വിടുകയാണെങ്കിൽ ആര് വരും? ബാർക്കോള അല്ലെങ്കിൽ സബ് തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു പൊസിഷനിലേക്ക് ഇനി ആര് വരും? ഡിയോമോണ്ടെ കിട്ടാത്ത സ്ഥിതിക്ക് ബാർക്കോളയ്ക്ക് ഇനി അവർ ക്യാഷ് ഡിമാൻഡ് ചെയ്യുമോ? കാരണം ഈ ഒരു ഇൻഫ്ലേറ്റഡ് മാർക്കറ്റിൽ ബാർക്കോള ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 140 ഡിമാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു 140 million പൗണ്ട്സ് ഡിമാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മണി കൊടുക്കാൻ ആഴ്സണൽ റെഡിയാകുമോ എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇൻ കേസ് റയൽ മാഡ്രിഡ് ഒലീസിയെ സൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ബിഗ് മണി സൈനിങ് ആയിരിക്കും. ആ ബിഗ് മണി ഫുൾ ബയറിൻ്റെ കയ്യിൽ വരികയാണ്. ബയറിന് ഒലീസിക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് കണ്ടെത്തേണ്ടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഒലീസിക്ക് പോകുമോ? അല്ല, ബാർക്കോളയെ സൈൻ ചെയ്യാൻ പോകുമോ? അതവിടെ ഒരു ചോദ്യമാണ്. അപ്പോൾ ബാർക്കോളയുടെ കേസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. ആരാദ്യം പൗൺസ് ചെയ്യുന്നു, ആരാദ്യം എടുക്കുന്നു, അത് അവർക്ക് കിട്ടും എന്നുള്ള സ്ഥിതിയാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ക്രിസ്റ്റോഫ് സോളിസ് എന്ന് പറഞ്ഞ പ്ലെയർ വന്നിട്ടുണ്ട്. ഗ്രീക്ക് പ്ലെയറാണ്. ബെൽജിയൻ ലീഗിലാണ് കളിച്ചതെന്ന് തോന്നുന്നു. ബെൽജിയൻ ലീഗിൽ കഴിഞ്ഞ സീസണിൽ 40 ഗോൾ കോൺട്രിബ്യൂഷൻ ഉള്ള പ്ലെയറാണ്. വിങ്ങറാണ്, പ്ലസ് അറ്റാക്കറാണ്, ഗോൾ അടിക്കാൻ പറ്റിയ പ്ലെയറാണ്. സോ ട്രൊസാർഡിനുള്ള ഡയറക്റ്റ് റീപ്ലേസ്മെൻ്റ് അല്ലെങ്കിലും ചെറിയൊരു തരത്തിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ പ്ലെയറാണ്. പിന്നെ ആർട്ടറ്റയെ സംബന്ധിച്ച് ആർട്ടറ്റയ്ക്ക് ഈ വേഴ്സറ്റൈൽ പ്ലേയേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ മോർഗൻ റോജേഴ്സിലേക്ക് പോയത്. കാരണം വിങ്ങറായിട്ടും കളിക്കാം, എന്നാൽ പ്ലേ മേക്കും ചെയ്യാം. അപ്പോൾ ഇനി അങ്ങനെ ഒരു പ്രൊഫൈലിലേക്കാണോ ആർട്ടറ്റ പോകുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കി കാണണം. കാരണം നമുക്കറിയാം ഇവർക്ക് എസേ ഉണ്ട്, അത് കഴിഞ്ഞ് ഒഡെഗാർഡും ഉണ്ട്, പിന്നെ ഒരു മോർഗൻ റോജേഴ്സിനെ ടാർഗറ്റ് ചെയ്തെങ്കിലും അങ്ങനെ. അപ്പോൾ അത് ആ ഒരു പ്രൊഫൈൽ പ്ലെയർ ആയിരിക്കും ആഴ്സണൽ ചിലപ്പോൾ ടാർഗറ്റ് ചെയ്യുക.
നമുക്ക് യുണൈറ്റഡ് കൂടി പറയേണ്ടത്. കാരണം യുണൈറ്റഡ് നമ്മൾ ഈ കെസമീറോ ഇന്റർ മിയാമിലൊക്കെ ജോയിൻ ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും നമ്മൾ കാണുന്നു. പക്ഷേ യുണൈറ്റഡിൻ്റെ ഫാൻസ് എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളൊരു ചോദ്യമാണ്. കാരണം അവർ എഡേഴ്സനെ പ്രതീക്ഷിച്ചിരുന്നു, എഡേഴ്സൺ വന്നില്ല, പകരം ആന്ത്രേ സാന്റോസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അവർ മിഡ്ഫീൽഡിൽ ടിലമെൻസിനെ കൊണ്ടുവരുന്നു. ഇനി ഉഗാർട്ടെ പരിക്ക് പറ്റി പുറത്തിരിക്കുകയാണ്. ഉഗാർട്ടയുമായുള്ള കോൺട്രാക്ട് അല്ലെങ്കിൽ യുണൈറ്റഡ് ഉഗാർട്ടയെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു എന്നായിരുന്നു കഴിഞ്ഞ സീസണിൻ്റെ അവസാനമുള്ള വാർത്ത. അപ്പോൾ ഉഗാർട്ടെ ഇനി പുറത്താവാനുള്ള സാധ്യത, അല്ലെങ്കിൽ മറ്റൊരു ടീമിലേക്ക് ട്രാൻസ്ഫർ നടക്കാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഓൾറെഡി ഒരു വലിയ പരിക്കും ഒരു സീസണിൻ്റെ ഒരു പകുതി സമയം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് കൺഫേംഡ് ന്യൂസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉഗാർട്ടേക്ക് വേണ്ടിയിട്ട് ഉഗാർട്ടേന് പുറത്താവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഉഗാർട്ടേക്ക് ഒത്തൊരു റീപ്ലേസ്മെൻറ്റ് അവർക്ക് സ്ക്വാഡിൽ എത്തിക്കണം, യുണൈറ്റഡിന് എത്തിക്കണം. കാരണം കളിക്കാൻ ആളുകൾ വേണം, മിഡ്ഫീൽഡാണ്. ബാക്കി പൊസിഷനിലൊക്കെ നമുക്ക് ഒരു ചാൻസ് എങ്കിലും എടുക്കാം. പക്ഷെ ഒരു പ്രീമിയർ ലീഗ് ടീമിന് എന്തുകൊണ്ടും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്നുള്ളത് ഒരു സോളിഡ് പൊസിഷനാണ്. അവിടെ ഒരു ചാൻസ് ഒരു പരീക്ഷണത്തിന് പോലും മുതിരാൻ പറ്റില്ല, പ്രത്യേകിച്ച് ക്യാരിക്കിനെ പോലത്തെ ഒരു കോച്ച്. കാരണം അയാൾക്കറിയാം പ്രീമിയർ ലീഗ് എന്താണെന്ന് അയാൾക്ക് നല്ലൊരു ജീവാത്മാവ് പോലെ അറിയാവുന്ന കാര്യം, കളിച്ച് വളർന്ന് പഠിപ്പിച്ച സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു റീപ്ലേസ്മെൻറ്റ് നോക്കണം, ഒരു മിഡ്ഫീൽഡറെ നോക്കണം. ഇപ്പോൾ നമ്മൾ പറയുന്ന പല പേരുകളും യുണൈറ്റഡിനായിട്ടും കണക്റ്റഡ് ആണ്. ഇപ്പം എലിയട്ട് ആൻഡേഴ്സൺ കണക്റ്റഡ് ആയിരുന്നു, പക്ഷെ അത് പോയത് മറ്റൊരു മാഞ്ചസ്റ്ററിലേക്കാണ്. പിന്നെ ഉണ്ടായിരുന്നത് ഒന്ന് ആദം വാർട്ടനാണ്. ഈ ഒരു ഇൻഫ്ലേറ്റഡ് മാർക്കറ്റിൽ ആദം വാർട്ടൻ്റെ വാല്യൂ എവിടെ കിടക്കും നമുക്കറിയാം. അതുപോലെ തന്നെ ഒരുപാട് പേരുകൾ പ്രീമിയർ ലീഗിൽ തന്നെ സകല മിഡ്ഫീൽഡേഴ്സിൻ്റെ പേര് ലിങ്ക്ഡ് ആണ്. അപ്പം എന്താണ്, ആരായിരിക്കും അവരുടെ ഒരു പ്രൈം ടാർഗറ്റ്? ഉഗാർട്ടേക്കൊത്തൊരു റീപ്ലേസ്മെൻറ്റ്, ഉഗാർട്ടയെ പോലെ മാച്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊഫൈലായിട്ട് ആരെടുക്കാനാണ് ചാൻസ്? നമ്മൾ കുറച്ച് കാലമായിട്ട് 2-3 സീസൺ മുമ്പ് തൊട്ടേ നമ്മൾ തുടങ്ങിയതാണ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ യുണൈറ്റഡ് സൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാർലോസ് ബലേബ ആയിരുന്നു കുറേ കാലം ടാർഗറ്റ്. കാർലോസ് ഇപ്പോഴും ടാർഗറ്റ് തന്നെയാണ് ബലേബ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേറ്റഡ് മാർക്കറ്റിൽ ബലേബയ്ക്ക് ബ്രൈറ്റൺ ചോദിക്കുന്നത് 110 മില്യൺ സംതിങ് ആണ്. അപ്പോൾ അത് കൊടുത്ത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ എടുക്കുമോ എന്നുള്ള കാര്യം നോക്കണം. പിന്നെ കാണുന്ന ഓപ്ഷൻസ് പറയുന്നത് മാനുകോണയാണ് ഒന്ന്, റോമയിൽ കളിക്കുന്നത്. വേൾഡ് കപ്പിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അവർക്ക് ഓൾറെഡി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് ടീലമെൻസ് എന്നുള്ളൊരു പ്ലെയർ വന്നിട്ടുണ്ട്. പക്ഷേ ടീലമെൻസ് കുറച്ചും കൂടി ഏജ്ഡ് ആണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ടീലമെൻസ് എങ്ങനെ ഈ പൊസിഷനിലേക്ക്, അതായത് കാസമിറോനെ റീപ്ലേസ് ചെയ്യാൻ ടീലമെൻസിനെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് പ്ലെയേഴ്സ് തമ്മിൽ. അപ്പോൾ കാസമിറോയ്ക്ക് ഒത്ത റീപ്ലേസ്മെൻറ്റ് ആണ് ആദ്യം നോക്കേണ്ടത്. ടീലമെൻസ് ഓക്കെയാണ്, ബട്ട് കുറച്ചും കൂടി ഫിസിക്കലായിട്ട് എന്നാൽ നല്ല ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയയിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ലേ കാസമിറോയ്ക്ക് ശരിക്കും റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മാനു കോണയോർ, ചൗമേനിയുടെ കാര്യം നമ്മൾ ഇന്നലെ ESPNൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ചൗമേനിയും ഒരു ടാർഗറ്റാണ്. കാരണം അവിടെ റോഡറി വരികയാണെങ്കിൽ ചൗമേനിയുടെ പൊസിഷൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ ചൗമേനി ഒരു ന്യൂ പൊസിഷൻ അല്ലെങ്കിൽ തേടി പോയേക്കാം. ചൗമേനി പിന്നെ ഡ്രസ്സിങ് റൂമിൽ ഇഷ്യൂസ് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ മാറിയേക്കാം എന്നുള്ള റൂമേഴ്സ് ഉണ്ട്. ബട്ട് അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. പക്ഷേ ബലേബയായിരിക്കും എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യാൻ സാധ്യത. എത്ര കൊടുക്കും, എത്രയ്ക്ക് വാങ്ങുമെന്നുള്ള കാര്യം നോക്കി കാണണം. പിന്നെ കോബി മൈനു ഓൾറെഡി ഉണ്ട് ഹോൾഡിംഗ് പൊസിഷനിൽ കളിക്കാൻ. സോ എന്തായാലും ആ പിവറ്റിൽ കളിക്കാനുള്ള ഒരു പ്ലെയറിനെയാണ് നോക്കേണ്ടത്. ടീലമെൻസ് ഓക്കെ ആകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും സീസൺ തുടങ്ങുമ്പോൾ എന്തായാലും 1 മാച്ചോ 2 മാച്ചോ ഈ പ്രീ സീസൺ എന്തായാലും കളിക്കുമല്ലോ. അപ്പം അറിയാം എങ്ങനെയാണ് യുണൈറ്റഡ് ഫിറ്റ് ആവുന്നത് എന്നുള്ളത്. ഇപ്പം ടിലമെൻസ് എന്തായാലും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ടിലമെൻസ് ഫസ്റ്റ് ചോയ്സ് ആയിരിക്കും. കൂടെ കോബി മൈനു ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു കോമ്പിനേഷൻ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഈ നമ്മൾ ഒരു ലൂപ്പ് പോലെയാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ കിടക്കുന്നത്. അതായത് ഡയമണ്ടൊക്കെ നോക്കിയിരുന്ന PSG-ക്ക് അത് കിട്ടിയില്ല, അതുകൊണ്ട് അവർ വിടാനിരുന്ന ബാർക്കോള അവിടെ വിടുന്നില്ല. ഡയമണ്ടെ നോക്കിയിരുന്ന ലിവർപൂളിൽ അത് കിട്ടിയില്ല, അതുകൊണ്ട് അവർ നോക്കുന്ന ബാർക്കോളയായിരുന്നു. പക്ഷേ ബാർക്കോളിനെ PSG വിടുന്നില്ല. ഇങ്ങനെ എല്ലാം ഭയങ്കര ഇൻ്റർ കണക്റ്റഡാണ്. ആർസനലിലോ കേസ് ഇത് തന്നെ. ആർസനലും പ്രതീക്ഷിച്ചിരുന്നത് ബാർക്കോളയായിരുന്നു, പക്ഷേ ബാർക്കോളയെ വിടാത്തതിന് കാരണം റയൽ മാഡ്രിഡാണ്. ഇങ്ങനെ ഫുൾ ഇൻ്റർ കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ ആർസനൽ റയലിൽ നിന്ന് വിനീഷ്യസിനെ നോക്കുന്നു. ഫുൾ ഒരു ടൈമിൽ നമ്മൾ ഇതിങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷനാണ്. ഇവർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നടക്കും, ഇത് ഇങ്ങോട്ട് നടക്കും, അങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ വിൻഡോ ആണ് നടക്കുന്നത്. ആൻഡ് ഒരുപാട് ഫേക്ക് ന്യൂസസും പുറത്ത് വരുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹിറ്റായ ഒരു കമൻറ്റാണ്. ഒരുപക്ഷെ വേൾഡ് കപ്പിലെ മാച്ചസിനേക്കാൾ കൂടുതൽ ഫേക്ക് ട്രാൻസ്ഫർ വാർത്തകൾ വന്നൊരു സീസണാണിത്. കാരണം ഒരുപാട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നതാണ് ഗലറ്റസറായി പറയുകയാണ് ഞങ്ങൾ മുസിയാലയുമായി ഡീൽ നടന്നു എന്ന് പറഞ്ഞ വാർത്ത ഫേക്കാണ് എന്നുള്ളത്. അതായത് നമ്മൾ ചിന്തിക്കുന്ന ഒരു അതായത് വാർത്തകൾ പടച്ചുവിടുന്ന ഒരു ലെവലാണ് ആളുകൾ. അതായത് മുസിയാലയെ ഗലറ്റസറായി കൊണ്ടുപോകുന്നു. അവർ പറയുന്ന കാരണം ഇവിടെ ഒലീസെ ഫിറ്റിനായി കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് മുസിയാലയ്ക്ക് ഇനി ഒരു അവസരമില്ല എന്നൊക്കെയാണ്. മുസിയാലയ്ക്ക് എത്ര ക്ലബ്ബുകളുണ്ട്, എത്ര പ്രീമിയർ മുസിയാല ഇറങ്ങുകയാണ് അല്ലെങ്കിൽ പോവുകയാണെന്നുള്ളൊരു ചെറിയൊരു വാർത്ത കേട്ടാൽ തന്നെ പൗൺസ് ചെയ്യാൻ എത്ര ക്ലബ്ബുകളുണ്ട് പ്രീമിയർ ലീഗിൽ നിന്നൊക്കെ. സോ ആ വാർത്ത എന്തായാലും നമുക്ക് എത്ര അപ്പം കൂടുതൽ സത്യമുള്ള വാർത്തകൾ വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു കൂടി ഇരിക്കേണ്ടി വരും.